വയനാട്ടിലെ ചരിത്രപ്രസിദ്ധമായ കല്ലമ്പലങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയാമോ? ഇല്ല എങ്കിൽ അവയുടെ ചരിത്രം, പഴക്കം, പ്രസക്തി എന്നിവയെക്കുറിച്ചറിയാം. നടവയൽ പുഞ്ചവയൽ റോഡിനോട് ചേർന്ന് 2-ാം മൈൽ സ്ഥിതി ചെയ്യുന്ന ഒരു കരിങ്കൽ നിർമ്മിതിയാണ് ഈ കല്ലമ്പലം. പുരാതന കാലത്ത് ജൈനമതങ്ങളായിരുന്ന ഇവ പിന്നീട് ഹൈന്ദവ രീതികളിലേക്ക് മാറി മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുള്ള അമ്പലമായി രൂപപ്പെട്ടു. അതിനാൽ ഇത് വിഷ്ണുകുടി എന്നും അറിയപ്പെടുന്നു. നിലവിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലൊരു സംരക്ഷിത കേന്ദ്രമാണിത്. അതിനാൽ ഇവിടുത്തെ നിർമ്മിതികൾ നശിപ്പിക്കുന്നതോ കേടുപാടുകൾ വരുത്തുന്നതോ രൂപമാറ്റം വരുത്തുന്നതോ നിയമപരമായി ശിക്ഷാർഹമാണ്. ചുറ്റും കാപ്പിത്തോട്ടങ്ങളും ഇടതൂർന്ന വലിയ മരങ്ങളും വന്യജീവികളുടെ സാന്നിധ്യവുമെല്ലാം ഇതിനൊരു കാടിനുള്ളിലെ അമ്പലത്തിൻ്റെ പ്രതീതി നൽകുന്നുണ്ട്. മുൻപിവിടെ നിത്യേന പൂജ നടന്നിരുന്ന അമ്പലമായിരുന്നു. എങ്കിലും ഇപ്പോഴിത് ഭാരതീയ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ കാഴ്ചക്കാർക്കായി തുറന്നുകൊടുത്തിരിക്കുന്നു. കണ്ടെത്തലുകൾ പ്രകാരം ഇവ ഏകദേശം 2000 മുതൽ 5000 വർഷം വരെ പഴക്കമുള്ളതാണെന്ന് കരുതപ്പെടുന്നു. കല്ലമ്പലത്തിൽ പതിപ്പിച്ചിരിക്കുന്ന പുരാതന ശില്പങ്ങൾ അതിൻ്റെ പുരാതനത്വം തെളിയിക്കുന്നുമുണ്ട്. ഒറ്റക്കല്ലിൽ വാർന്നെടുത്ത തൂണുകളും മെയ്യഴകിൽ കടഞ്ഞെടുത്ത ശില്പങ്ങളും അലങ്കാര കൊത്തുപണികളും തുടങ്ങി അനേകം അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ ഇവിടെ കാണാനാകും. തീർത്തും കരിങ്കല്ലുകളാൽ മാത്രം നിർമ്മിച്ച ഭിത്തിയും മേൽക്കൂരകളും മുറികളും ശ്രീകോവിലും നടക്കല്ലും തൂണുകളും തുടങ്ങി സർവം കല്ലിൽ കടഞ്ഞെടുത്തൊരു അത്ഭുതം. അവിടിവിടായി ഇടിഞ്ഞു വീണ നിർമ്മിതിയുടെ ഭാഗങ്ങളും കാണാം. സിമന്റോ മണലോ പോലുള്ള ഇടനില മാധ്യമങ്ങളില്ലാതെ തന്നെ എങ്ങനെയായിരിക്കും ഇവ ഇത്രയും നാൾ പരസ്പരം ഒട്ടിച്ചേർന്ന് നിന്നത്? എങ്ങനെയായിരിക്കും അവർ ഇത്ര വലിയ കല്ലുകൾ മുറിച്ച് വലിയ പാളികളാക്കിയത്, വലിയ തൂണുകളാക്കിയത്, ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ചത്, കൊത്തിക്കടഞ്ഞെടുത്തത്? അതും യന്ത്രങ്ങളോ വേണ്ടത്ര ആയുധ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന കാലത്ത്. വൈദഗ്ധ്യം എന്നല്ലാതെ മറ്റെന്തു പറയാൻ? അമ്പലത്തിന്റെ തറയോട് ചേർന്ന് കുതിരസവാരിക്കാരനെയും തമ്മിൽ കൊമ്പുടുക്കുന്ന ആനകളെയും തുടങ്ങി മൃഗങ്ങളും മനുഷ്യരുമായും ഒട്ടനവധി ചിത്രപ്പണികൾ കാണാൻ സാധിക്കും. പുറം ഭിത്തികളിലും ധാരാളം കൊത്തുപണികൾ ആലേഖനം ചെയ്തിരിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളായ ആമ, മത്സ്യം, ബുദ്ധൻ, നരസിംഹം തുടങ്ങിയ പലതും ഉണ്ടെങ്കിലും അവ മിക്കവയും മാങ്ങി തുടങ്ങിയവയും പായൽ മൂടിയ അവസ്ഥയിലുമാണ്. കല്ലുകൾ ഒരേ നിരയിൽ വൃത്തിയോടെയും ചിട്ടയോടെയും അടുക്കപ്പെട്ടിട്ടുള്ളത് അന്നത്തെ മനുഷ്യരുടെ വൈദഗ്ധ്യവും കഠിനാധ്വാനവും പ്രതിഫലിപ്പിക്കുന്നു. ഒപ്പം അതിൻ്റെ നിർമ്മാണ ശൈലി ഇന്നും ഗവേഷകരെ ആകർഷിക്കുന്നുണ്ട്. കല്ലുകൾ പിളർത്തി, അടുക്കി, കൊത്തി ഒരേ കയ്യിൽ യന്ത്രങ്ങളില്ലാതെ തന്നെ ഇത്ര കൃത്യമായി സാധ്യമാകുന്നത് എങ്ങനെ? അതിനിന്നും ഉത്തരമില്ല. മനുഷ്യൻ യന്ത്രമില്ലാതെ സൃഷ്ടിച്ച അത്ഭുതങ്ങൾ. പലപ്പോഴും ഇത്തരം നിർമ്മിതികൾ പുറം ലോകമറിയാതെ പോകുന്നത് ചരിത്ര പ്രാധാന്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ തന്നെയാണ്. ഇത്തരം കാഴ്ചകൾ കാണുവാൻ ഇഷ്ടമുള്ളവർക്കും ആസ്വദിക്കാൻ മനസ്സുള്ളവർക്കും ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്കും തീർച്ചയായും നല്ല കുറച്ച് നിമിഷങ്ങൾ സമ്മാനിക്കാൻ ഈ കല്ലമ്പലങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്രദമായി തോന്നിയാൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.